ഒന്ന് ഓർത്തു നോക്കൂ, ചെറുതും വലുതുമായ പലവിധ തെറ്റുകളും ചെയ്യുന്നൊരു അടിമ, തെറ്റുകളിൽ മുങ്ങിക്കുളിച്ചൊരാൾ. പക്ഷേ ഒരു പ്രത്യേക നിമിഷത്തിൽ അയാൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു. അള്ളാഹു മാത്രമാണ് തുണ എന്ന് അയാൾ തിരിച്ചറിയുന്നു. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ആ വേളയിൽ അയാൾ തകർന്ന ഹൃദയവുമായി അള്ളാഹുവിലേക്ക് മടങ്ങുന്നു, കരഞ്ഞ് കണ്ണീരൊഴുക്കുന്നു, പശ്ചാത്തപിക്കുന്നു. ഇനി തെറ്റിലേക്ക് ഒരു മടക്കമില്ലെന്ന് ഉറച്ചു തീരുമാനിക്കുന്നു. യാത്രികൻ തിരിച്ചു ചെല്ലുമ്പോൾ ബന്ധുക്കൾ സ്വീകരിക്കുന്ന പോലെ അള്ളാഹു അയാളെ സ്വീകരിക്കും. അല്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റപ്പെടൽ അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ച തന്നെയാണല്ലോ. ഏറ്റവും വലിയ സന്തോഷം അവനൊപ്പമുള്ള നിമിഷങ്ങളും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കാൾ വലുതാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ എന്നൊരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മൾ ചെയ്തു കൂട്ടിയ ദോഷങ്ങളെക്കാളൊക്കെ എത്രയോ വിശാലമാണ് അവൻ്റെ കരുണയുടെ ലോകം. നല്ലൊരു തൗബ ചെയ്തവർക്ക് തെറ്റുകൾ പുറത്തു കൊടുക്കുക മാത്രമല്ല, മറിച്ച് ദോഷങ്ങൾക്ക് പകരം നന്മകളുടെ പ്രതിഫലം നൽകുകയും ചെയ്യും എന്നതുകൂടിയാണ് അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രത്യേകത. നമുക്കും അള്ളാഹുവിനും ഇടയിൽ നിൽക്കാൻ ഒരിക്കലും പിശാചിനെ അനുവദിക്കരുത്. പിശാചിൻ്റെ പ്രധാന തന്ത്രമാണ് തൗബ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന അടിമയുടെ അടുക്കൽ ചെന്ന് പലതും പറയൽ. ഏത് ദോഷത്തിൽ നിന്നാണ് നീ തൗബ ചെയ്യുന്നത്? നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ? തൗബ ചെയ്താൽ തീരുന്നതാണോ നിന്റെ തെറ്റുകൾ? തുടങ്ങി പല ചോദ്യങ്ങളും കൊണ്ട് അവൻ നമ്മളെ മൂടും. നമ്മൾ ചെയ്തിട്ടുള്ള ദോഷങ്ങൾ അതിമാരകമാണെന്ന് അവൻ വരുത്തി തീർക്കും. അവനെ വകവെക്കരുത്. അള്ളാഹുവിനെ മാത്രം മുന്നിൽ കാണുക. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവൻ്റെ മുമ്പിൽ കരയുക, പൊറുക്കലിനെ തേടുക, ആവുന്നത്ര നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക, സന്തോഷിക്കുക. അള്ളാഹുവാണ്. നമ്മുടെ തൗബ സത്യസന്ധവും നിഷ്കളങ്കവുമാണെങ്കിൽ നാം ചെയ്ത ഓരോ തെറ്റുകളും നമ്മുടെ തുലാസിൽ നന്മയായി കാണാം. അള്ളാഹുവിനേക്കാൾ മാന്യനായ മറ്റാരുമില്ല തന്നെ.